ഉണ്ണി വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കണു. പറ്റി അവനൊന്ന് ഡോക്ടറെ കാണിക്കൂ. എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ. ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ. ഇനി അതൊക്കെ പറഞ്ഞ് പഴയതൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കുക. മനസ്സാകെ തളർന്നിരിക്കണു. വീട്ടു സാധനങ്ങളൊക്കെ തീർന്നിരിക്കണു. ഇനി ഒരു നേരം കൂടെ വയ്ക്കാനുള്ള അരിയുള്ളൂ അടുക്കളയിൽ. ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം കഴിഞ്ഞിരിക്കണു. പണ്ട് വരുന്നവരെയൊക്കെ നിറവയറിലോട്ടിരുന്ന് തറവാടാ. ഇപ്പൊ അഷ്ടിക്ക് വകയില്ലാണ്ടായിരിക്കണു. വിരോധമില്ലാച്ച ഞാൻ എന്തേലും തൊഴിലിന് പൊക്കോട്ടെ. ഇല്ലാച്ച എല്ലാരും പട്ടിണിയാവില്ലേ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ അവസ്ഥയിൽ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും ഈ ഇല്ലത്ത് പട്ടിണി കിടക്കില്ല. അതുപോലെ എല്ലാം പരിഹരിക്കാൻ ഒരു വഴി എൻ്റെ മനസ്സിലുണ്ട്. നീ ഊണ് കാലമാക്ക. ഉച്ച കഴിഞ്ഞൊരിടം വരെ പോകാനുണ്ട്. അല്ല, ഗോവിന്ദനാശാനോ? വരൂ, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഇല്ലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങോട്ട് വരാതെ വേറെ നിവൃത്തി ഉണ്ടായില്ല. എന്താ ആശാനെ? പഴയതുപോലൊന്നുമല്ല, ആകെ ദാരിദ്ര്യ. കേൾക്കണുണ്ടാവില്ലേ ഇല്ലത്തെ സ്ഥിതികളൊക്കെ. അതുകൊണ്ട് ഗംഗാധരൻ എന്നെ ഒന്ന് സഹായിക്കണം. ആശാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ലത്തിൻ്റെ പടിഞ്ഞാറേ അതിരിൽ ഒരു 20 സെൻറ്റ് സ്ഥലമുണ്ട്. അതെൻ്റെ പേരിലാണ്. ഗംഗാധരൻ മുഖാന്തരം അതൊന്ന് വിട്ടു തരണം. തനിക്കാകുമ്പോൾ സ്ഥലക്കച്ചവടത്തിലൊക്കെ നല്ല പരിചയമാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. അരുതെന്ന് പറയരുത്. ആശാൻ പേടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഉടനെ ശരിയാക്കാം. ആ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. പറ ആശാനെ. അത് എന്താണെങ്കിലും പറഞ്ഞോളൂ. വിരോധമില്ലാച്ചാ
ഒരു 3000 റുപ്യ കടാട്ട് വേണമായിരുന്നു. സേതുവിൻ്റെ മരുന്ന് കഴിഞ്ഞിരിക്കണു. പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങണം. ഓ അത്രയേ ഉള്ളൂ, ഞാനിപ്പോൾ എടുത്തു തരാം. ഈശ്വരാ. ദാ, ഉടനെ മടക്കി തരാട്ടോ. അത് സാരമില്ല, ആശാൻ സാവകാശം തന്നാൽ മതി. കുഞ്ഞുനാളിൽ വിഷുവിന് ആശാന്റെ അടുത്ത് വന്ന കൈ നിറയെ കൈനീട്ടവും വയറിറിച്ച അന്നവുമായിരുന്നു. അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഒരു കാലം. എന്നാ ഞാൻ ഇറങ്ങി. ശരി ആശാൻ. രാജു കുറച്ച് സാധനങ്ങൾ എടുത്തോളുക. എല്ലാം സ്ഥിരം അളവ് തന്നെ. ആശാനൊന്നും വിചാരിക്കരുത്, സാധനങ്ങൾ കടന്നു തരാൻ ബുദ്ധിമുട്ടുണ്ട്. പഴയ കണക്കുകൾ തീർത്തിട്ട് ആശാന് സാധനങ്ങൾ തന്നാൽ മതിയെന്നാ മുതലാളി എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എടുക്കുന്നതിൻ്റെ പൈസ തരാം. പഴയത് താമസിയാതെ തീർക്കുമെന്ന് നീ മുതലാളിയോട് പറഞ്ഞേക്ക്. ആ ലിസ്റ്റിങ്ങ എന്നോടൊന്നും തോന്നല്ല ആശാനെ. ആശാനോടുള്ള സ്നേഹം കൊണ്ടാ ഇത്രയും നാൾ നീട്ടിത്തന്നത്. ഇതിപ്പോൾ എൻ്റെ ഉപജീവനത്തിൻ്റെ പ്രശ്നമായോണ്ടാ, അല്ലാതൊന്നും അല്ല കേട്ടോ. അത് സാരമില്ല, തെറ്റ് എൻ്റെ ഭാഗത്തല്ലേ. തൽക്കാലം ഈ കാശ് വെച്ചോ. രാജു, ആ ലിസ്റ്റ് അങ്ങ് തിരിച്ചു കൊടുത്തേ. തരാനുള്ള കാശ് തരാതെ ഇയാൾക്ക് ഇനി കടം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലേ? മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് വലിയ തറവാടും പാരമ്പര്യമൊക്കെ പറഞ്ഞങ്ങ് ഇറങ്ങിക്കോളും. കാശ് എത്ര തരാനുള്ളതെന്ന് അറിയാമോ? ഒച്ച വെക്കാതെ കുട്ടിയെ, ആളുകൾ ശ്രദ്ധിക്കണു. ആളുകൾ കേട്ടാലോ കുഴപ്പം, അല്ലാതെ കാശ് തരാത്തില്ലല്ല. ഇപ്പൊ രൊക്കം കാശ് തന്നിട്ടുണ്ട് മുതലാളി. ഓഹോ, അപ്പൊ കാശില്ലാഞ്ഞിട്ടല്ല, തരാൻ മടിയായിട്ടാ. അല്ല കുട്ടിയെ, ഇതൊരാളോട് കടം വാങ്ങിച്ചതാ. ആഹാ, കൊള്ളാലോ. ഞങ്ങളെ പറ്റിക്കുന്നതും പോരാഞ്ഞിട്ട് ഇപ്പൊ തെണ്ടാനും തുടങ്ങിയോ? കുട്ടി, ദൈവത്തെ ഓർത്ത് അപമാനിക്കരുത്. കാശ് ഉടനെ തരാം. 2 ആഴ്ച സമയം തരും, അതിനുള്ളിൽ കടം തീർക്കണം. ഇല്ലെങ്കിലേ ഞങ്ങൾ ഇല്ലത്തോട്ട് വരവങ്ങ് വരും. പഴയ ഓട്ട് ചെമ്പ് പാത്രങ്ങളൊക്കെ ഇപ്പൊ നല്ല മാർക്കറ്റാ, അത് മറക്കണ്ട.